റെഡ് ബ്ലാക്ക് ട്രീ ആണ് ടോപ്പിക്ക്. ട്രീനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡാറ്റാ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റെഡ് ബ്ലാക്ക് ട്രീ. റെഡ് ബ്ലാക്ക് ട്രീ ഇസ് എ കൈൻഡ് ഓഫ് സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ. അത് റെഡ് ബ്ലാക്ക് ട്രീ എന്ന് പറയുന്നത് ഒരു സെൽഫ് ബാലൻസിങ്ങും ബൈനറി സെർച്ച് ട്രീയും ആണ്. Each node stores an extra bit representing color used to ensure that tree remains balanced during insertion and deletion. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ ബിറ്റ് ഉണ്ടാവും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കളറാണ്. ആസ് ഇറ്റ് നെയിം റെഫേഴ്സ് റെഡ് ബ്ലാക്ക്, ഈ രണ്ട് കളറിലാണ് ഈ ട്രീ ഉണ്ടാവുക. സോ that extra bit representing color is used to ensure that tree remains balanced during insertion and deletion. അപ്പോൾ ട്രീയിൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ എല്ലാം ഓപ്പറേഷൻസ് എല്ലാം നടക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആണോ ഇല്ലേ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബിറ്റാണ് അതിൻ്റെ കളർ. അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ ബിറ്റായിട്ട് കളർ ഉണ്ടാവും. എവ്രി നോഡ് ഇസ് എയ്തർ റെഡ് ഓർ ബ്ലാക്ക്. സോ ട്രീയിലുള്ള എല്ലാ നോഡ്സിനും ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ടാവും. എവ്രി ലീഫ് നള്ള് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും. എവ്രി ലീഫ് ഇസ് ബ്ലാക്ക് നൾ. If a node is red, then both children are black. So നള്ളൊക്കെ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഒരു നോഡ് ഇപ്പോൾ റെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചിൽഡ്രൻസ് എന്തായാലും ബ്ലാക്ക് ആയിരിക്കും. ഈ രീതിയിലായിരിക്കും, ഏകദേശം ഈ രീതിയിലായിരിക്കും റെഡ് ബ്ലാക്ക് ട്രീ ഉണ്ടാവുക. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം. റെഡ് ബ്ലാക്ക് ട്രീൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി, റെഡ് ബ്ലാക്ക് ട്രീ മസ്റ്റ് ബി എ ബൈനറി സെർച്ച് ട്രീ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് അത് എന്തായാലും ഒരു ബൈനറി സെർച്ച് ട്രീ ആയിരിക്കും. റെഡ് ബ്ലാക്ക് ട്രീ എന്തായാലും ബൈനറി സെർച്ച് ട്രീ ആയിരിക്കും. പക്ഷെ എല്ലാ ബൈനറി സെർച്ച് ട്രീയും റെഡ് ബ്ലാക്ക് ട്രീ ആവണമെന്നില്ല. സോ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണത്. ബൈനറി സെർച്ച് ട്രീൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ബൈനറി സെർച്ച് ട്രീ എന്തായാലും 2 എലിമെൻറ്റ്സ് ആയിട്ടായിരിക്കും ചൈൽഡ് ഉണ്ടാവുക. പിന്നെ ലെഫ്റ്റിൽ സ്മോളസ്റ്റ് എലമെൻറ്റും റൈറ്റിൽ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും, ആ രീതിയിലാണല്ലോ ബൈനറി സെർച്ച് ട്രീ ഉണ്ടാവുക. ഇപ്പോൾ റെഡ് ബ്ലാക്ക് ട്രീൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ദ റൂട്ട് നോഡ് മസ്റ്റ് ബി കളേർഡ് ബ്ലാക്ക്. അപ്പോൾ റൂട്ട് നോഡ് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. ട്രീൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ പോകുമ്പോൾ അതിലെ ഫസ്റ്റ് നോഡ് എന്തായാലും ബ്ലാക്കിലായിരിക്കും. റൂട്ട് നോഡ് മസ്റ്റ് ബി ബ്ലാക്ക്. ഗ്രാൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് പാരൻറ്റിൻ്റെ ആ ഒരു നോഡ് ഉണ്ടല്ലോ, അത് ബ്ലാക്ക് ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി, ദ ചിൽഡ്രൻ ഓഫ് റെഡ് കളർ നോഡ് മസ്റ്റ് ബി കളേർഡ് ബ്ലാക്ക്. അപ്പോൾ റെഡ് കളേർഡ് നോഡിൻ്റെ ചിൽഡ്രന് ബ്ലാക്ക് കളറിലായിരിക്കും. The children of red colored node must be black. There should not be 2 consecutive red nodes. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, 2 റെഡ് നോഡ്സ് ഒരിക്കലും കോൺസിക്യൂട്ടീവ് ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ട് വരില്ല. പ്രോപ്പർട്ടി നമ്പർ 4, in all path of the tree there should be same number of black colored nodes. സോ ഓരോ പാത്തിലേക്ക് പോകുമ്പോൾ ഈ എല്ലാ പാർട്സിനും സെയിം നമ്പർ ഓഫ് ബ്ലാക്ക് നോഡ്സ് ആയിരിക്കും. Property number 5, every node must be inserted with red color. ഒരു പുതിയ ഒരു നോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഡെഫിനറ്റ്ലി റെഡ് കളറായിരിക്കും. ദെൻ സിക്സ്ത് പ്രോപ്പർട്ടി, എവ്രി ലീഫ് ദാറ്റ് ഇസ് നൾ നോഡ് മസ്റ്റ് ബി കളേർഡ് ബ്ലാക്ക്. എല്ലാ ലീഫും കളറ് നള്ളായിട്ടുള്ളതിനൊക്കെ ബ്ലാക്ക് കളറായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ ഇൻസേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻ റെഡ് ബ്ലാക്ക് ട്രീ എവ്രി ന്യൂ നോഡ് മസ്റ്റ് ബി ഇൻസേർട്ടഡ് വിത്ത് റെഡ് കളർ. അപ്പോൾ റെഡ് കളറിലാണ് ഇൻസേർട്ട് ചെയ്യുക. ദ ഇൻസേർഷൻ ഓപ്പറേഷൻ ഇൻ റെഡ് ബ്ലാക്ക് ട്രീ ഈസ് സിമിലർ ടു ദ ഇൻസേർഷൻ ഓപ്പറേഷൻ ഇൻ ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീൻ്റെ റൂൾസ് ഉണ്ടല്ലോ, ആ റൂൾസൊക്കെ എന്തായാലും റെഡ് ബ്ലാക്ക് ട്രീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. ലെഫ്റ്റിൽ സ്മോളസ്റ്റ്, റൈറ്റിൽ ഗ്രേറ്റസ്റ്റ്, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ബട്ട് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് വിത്ത് കളർ പ്രോപ്പർട്ടി. എക്സ്ട്രാ ഒരു കളറ് കൂടെ ഉണ്ട്. ആഫ്റ്റർ എവറി ഇൻസേർഷൻ ഓപ്പറേഷൻ വി നീഡ് ടു ചെക്ക് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ റെഡ് ബ്ലാക്ക് ട്രീ. അപ്പോൾ ഓരോ ഇൻസേർഷൻ ഓപ്പറേഷനും റെഡ് ബ്ലാക്ക് ട്രീക്ക് ഇൻസേർഷന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എല്ലാ സ്റ്റെപ്പിലും. ഇഫ് ഓൾ ദ പ്രോപ്പർട്ടീസ് ആർ സാറ്റിസ്ഫൈഡ് ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഓപ്പറേഷനിലേക്ക് പോവുക. അതർവൈസ് വി പെർഫോം ദ ഫോളോയിങ് ഓപ്പറേഷൻ ടു മേക്ക് ഇറ്റ് റെഡ് ബ്ലാക്ക് ട്രീ. ഇനി അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. റീകളർ, റൊട്ടേഷൻ ഫോളോഡ് ബൈ റീകളർ. ഇതൊക്കെയാണ്
റെഡ് ബ്ലാക്ക് ട്രീയിൽ നമ്മൾ അഡീഷണലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ റൂൾസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. റീകളർ ചെയ്യേണ്ടി വരും, റൊട്ടേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റൊട്ടേഷൻ ഫോളോഡ് ബൈ റീകളർ, റൊട്ടേഷൻ ചെയ്തിട്ട് പിന്നെ റീകളർ ചെയ്യാനുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇൻസേർഷൻ വരിക. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. റെഡ് കളർ നോഡ് ഉണ്ടാവും, ബ്ലാക്ക് കളർ നോഡ് ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഇൻസേർഷൻ ഓപ്പറേഷൻ കാണിക്കുമ്പോൾ ഇത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി സ്റ്റെപ്സ് ടു പെർഫോം ഇൻസേർഷൻ ഇൻ റെഡ് ബ്ലാക്ക് ട്രീ. റെഡ് ബ്ലാക്ക് ട്രീയിലെ ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ജസ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഈ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്പിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ ഓരോ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് വെദർ ദ ട്രീ ഈസ് എംപ്റ്റി. ആദ്യം ട്രീ എംപ്റ്റി ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ഇഫ് ട്രീ ഈസ് എംപ്റ്റി, ട്രീ എംപ്റ്റി ആണെങ്കിൽ ദെൻ ഇൻസേർട്ട് ദ ന്യൂ നോഡ് ആസ് റൂട്ട് നോഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി എംപ്റ്റി ആണെങ്കിൽ അത് ഫസ്റ്റ് റൂട്ട് നോഡ് ആയിരിക്കും. ആ റൂട്ട് നോഡ് വിത്ത് ബ്ലാക്ക് കളർ ആൻഡ് എക്സിറ്റ് ഫ്രം ദ ഓപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് നോഡ് എന്തായാലും ബ്ലാക്ക് കളർ, റൂട്ട് നോഡ് ബ്ലാക്ക് കളറിലായിരിക്കും ആഡ് ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, ഇഫ് ദ ട്രീ ഈസ് നോട്ട് എംപ്റ്റി, ഇനി ഒരു ന്യൂ നോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എംപ്റ്റി അല്ലെങ്കിൽ ദെൻ ഇൻസേർട്ട് ദ ന്യൂ നോഡ് ആസ് ലീഫ് നോഡ് എന്ന് വെച്ചാൽ ചൈൽഡായിട്ട് ആഡ് ചെയ്യാം. ആ റൂട്ട് നോഡിൻ്റെ ചൈൽഡായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇൻസേർഷൻ ഓപ്പറേഷനിൽ എപ്പോഴും ഒരു നോഡ് റെഡ് കളറിലാണ് ആഡ് ചെയ്യുക. റൂട്ട് നോഡ് അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെഡ് കളറായിരിക്കും. ദെൻ സ്റ്റെപ്പ് 3, ഇഫ് ദ പാരന്റ് ഓഫ് ദ ന്യൂ നോഡ് ഇസ് ബ്ലാക്ക്. ഇനിയിപ്പോൾ ഒരു ന്യൂ നോഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പാരൻറ്റിനെ ചെക്ക് ചെയ്യാം. ഒരു ന്യൂ നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പാരൻറ്റിനെ ചെക്ക് ചെയ്യാം. പാരൻറ്റിനെ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് നോഡ് ആണോ എന്ന് നോക്കുക. ബ്ലാക്ക് നോഡ് ആണെങ്കിൽ ദെൻ എക്സിറ്റ് ഫ്രം ദ ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമില്ല, ബ്ലാക്ക് നോഡ് ആണോ അതിൻ്റെ ന്യൂ നോഡിൻ്റെ പാരൻ്റ് നോഡ് ബ്ലാക്ക് നോഡ് ആണെങ്കിൽ ഓപ്പറേഷൻ നിർത്താം. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഇഫ് ദ പാരൻറ്റ് ന്യൂ നോഡ് ഇസ് റെഡ്, ന്യൂ നോഡിൻ്റെ പാരൻറ്റ് നോഡ് റെഡ് ആണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. റെഡ് ആണെങ്കിൽ ചെക്ക് കളർ ഓഫ് ദ പാരൻറ്റ് സിബ്ലിങ്സ് ഓഫ് ന്യൂ നോഡ്. അപ്പോൾ പാരൻറ്റിൻ്റെ ആ ലെവലിലുള്ള വേറെ നോട്ട്സ് ഉണ്ടാവില്ല വെച്ചാൽ അതിൻ്റെ സിബ്ലിങ്സ്, പിന്നെ അതിൻ്റെ സിബ്ലിങ്സിനാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് 2 റൂൾസ് വരുന്നുണ്ട്. എന്തായാലും 2 കളേഴ്സ് ഇല്ലേ, റെഡോ അല്ലെങ്കിൽ ബ്ലാക്കോ ആയിരിക്കും. അപ്പോൾ ആ സിബ്ലിങ്ങിൻ്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സിബ്ലിങ് ഇല്ലെങ്കിൽ നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ടി വരും. ദെൻ ഡു ഡബിൾ റൊട്ടേഷൻ ആൻഡ് റീകളർ. റൊട്ടേഷൻ ചെയ്തിട്ട് റീകളർ ചെയ്യണം. പിന്നീട് അതാണ് ഒരു സ്റ്റെപ്പ്. പാരൻറ്റിൻ്റെ സിബ്ലിങ്ങിനെ ചെക്ക് ചെയ്യുക, എന്നിട്ട് ബ്ലാക്ക് കളർ ആണെങ്കിൽ റൊട്ടേഷൻ ചെയ്യുക, റീകളർ ചെയ്യുക. അല്ലെങ്കിൽ ഇഫ് ദ കളർ ഈസ് റെഡ് ആണെങ്കിൽ ദെൻ റീകളർ. റെഡ് ആണെങ്കിൽ അതിൻ്റെ സിബ്ലിങ്ങിനെ ആ പാരൻറ്റിനെ റീകളർ ചെയ്യുക. ആൻഡ് ഓൾസോ ചെക്ക് പാരൻറ്റ് ഓഫ് ന്യൂ നോഡ്. ആ ഇത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിൻ്റെ പാരൻറ്റിൻ്റെ പാരൻറ്റ് മേലെയുള്ള അതിൻ്റെ പാരൻറ്റിൻ്റെ കളർ ചെക്ക് ചെയ്യാം. അല്ല കളറല്ല, അത് റൂട്ട് നോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റൂട്ട് നോഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ചെയ്യാനില്ല, സ്റ്റോപ്പ് ചെയ്യുക. റൂട്ട് നോഡ് ആണെങ്കിൽ പിന്നെ ഒരു ഓപ്പറേഷനും കൂടി ഉണ്ട്. പിന്നെ എഗെയിൻ റീകളർ ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുക ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് റെഡ് ബ്ലാക്ക് ട്രീൻ്റെ ഒരു നോഡ് ആഡ് ചെയ്യുമ്പോൾ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഇനി റെഡ് ബ്ലാക്ക് ട്രീൻ്റെ ഒരു ഇൻസേർഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ളതെങ്കിൽ വിചാരിക്കുക 10, 18, 7, 15, 16, 30, 25, 40, 60, 2, 1, 7 ഇത്രയും നോട്ട്സ് വരുന്ന ഒരു റെഡ് ബ്ലാക്ക് ട്രീൻ്റെ എക്സാമ്പിളാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എലമെൻ്റ് പറയുന്നത് 10 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ റൂള് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൂള് ചെക്ക് വെദർ ദ ട്രീ ഈസ് എംപ്റ്റി. അപ്പോൾ ട്രീ എംപ്റ്റി ആണ്, ആദ്യം എംപ്റ്റി ആണ്. സോ ഈ ട്രീ ഈസ് എംപ്റ്റി ദെൻ ബ്ലാക്ക്. അപ്പോൾ 10 ബ്ലാക്ക് കളറിൽ, ഓക്കെ, 10 ബ്ലാക്ക് കളറിൽ ആഡ് ചെയ്ത് റൂട്ട് നോഡ്. ദെൻ 18 ആഡ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദ ട്രീ ഈസ് നോട്ട് എംപ്റ്റി ദെൻ ഇൻസേർട്ട് ദ ന്യൂ നോഡ് വിത്ത് റെഡ് കളർ. അപ്പോൾ റെഡ് കളറിൽ ആഡ് ചെയ്ത്. സോ റൂട്ട് 10, 18 വിത്ത് റെഡ് കളർ.
ഇതൊരു ഇതിൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു ട്രീ ആണ്. നെക്സ്റ്റ് 7 ആഡ് ചെയ്യാം. 7 ഈ റൂട്ട് നോഡിനേക്കാളും ചെറുതാണ്, 18 റൂട്ട് നോഡിനേക്കാളും വലുതാണ്. സോ 7 എന്തായാലും ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യും. ന്യൂലി ആഡഡ് നോഡ് എന്തായാലും റെഡ് കളറിലായിരിക്കും. സോ 7 ഇൻ റെഡ് കളർ. ഈ 3 സ്റ്റെപ്പിലും സിമ്പിളാണ്, ജസ്റ്റ് സദാ പോലെ ആഡ് ചെയ്യാം. റൂട്ട് നോഡ് 10 ആണ്, അല്ല ബ്ലാക്ക് ആണ്, പിന്നീട് ആഡ് ചെയ്യുന്നത് റെഡ് കളറിലാണ്. ദെൻ നെക്സ്റ്റ് 4th എലമെന്റ് 15 എവിടെ ആഡ് ചെയ്യാം? ഇതിൽ നോക്കുമ്പോൾ 15 ഇനി എവിടെ ആഡ് ചെയ്യാം? 15 10നേക്കാളും ഗ്രേറ്റർ ആണ്. സോ എന്തായാലും ദിസ് സൈഡ് ആയിരിക്കും, പിന്നെ ഈ സൈഡ് അല്ല. ദെൻ 18നേക്കാളും ചെറുതാണ്, സോ ലെഫ്റ്റ് സൈഡ്. ബൈനറി സെർച്ച് ട്രീയിലുള്ള റൂൾസ് അറിയാലോ, ലെഫ്റ്റ് സൈഡിൽ സ്മോളസ്റ്റും റൈറ്റ് സൈഡിൽ ഗ്രേറ്റസ്റ്റും ആയിരിക്കും വരിക. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 18ന്റെ ലെഫ്റ്റ് സൈഡിൽ സ്മോളസ്റ്റ് 15 ഇൻ റെഡ് കളറിലായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്ന് റെഡ് റിലേഷൻ ആണ് ഇവിടെ വന്നത്. റെഡ് റിലേഷൻ നമ്മൾ നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്തായാലും റൂട്ട് ബ്ലാക്കിലാണോ എന്ന് നോക്കണം. ദെൻ റെഡ് അഡ്ജസൻ്റ് ആയിട്ട് ഒരിക്കലും വരില്ല, അത് നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. ദെൻ ഹിയർ റൂട്ട് നോഡ്, ഇവിടെ പാരൻസ് റൂട്ട് നോഡ് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ ജസ്റ്റ് നമ്മൾ ആദ്യം റീകളർ ആണ് ചെയ്യാനുള്ളത്. സോ ഇഫ് ദ പാരന്റ് നോഡ് ഇസ് റെഡ്, ഇവിടെ ന്യൂലി ആഡഡ് 15ന്റെ പാരന്റ് നോഡ് റെഡ് ആണ്. അപ്പോൾ ദെൻ ചെക്ക് കളർ ഓഫ് പാരന്റ് സിബ്ലിംഗ്. പാരന്റിന്റെ സിബ്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ 15ന്റെ പാരന്റ് ആണ് 18, ഇത് 4th സ്റ്റെപ്പ് ആട്ടോ. 15ന്റെ പാരന്റ് ആണ് 18ന്റെ സിബ്ലിംഗ് ആണ് 7ഉം 18 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത് രണ്ടും ഇപ്പോൾ റെഡ് ആണുള്ളത്, ആൻഡ് ന്യൂലി ആഡഡും റെഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റെഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസ് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 4 അല്ലെങ്കിൽ റൂൾ നമ്പർ 4 നോക്കുകയാണെങ്കിൽ ഇഫ് സിബ്ലിംഗ് ആണ് നമ്മൾ നോക്കണ്ടേ. ദെൻ ചെക്ക് കളർ ഓഫ് സിബ്ലിംഗ് ഓഫ് ന്യൂ നോഡ്. സിബ്ലിംഗ് ഓഫ് ന്യൂ നോഡിന്റെ സിബ്ലിംഗ് എന്തായാലും റെഡിലാണ്. അപ്പോൾ ഈ റൂള്, ഇഫ് കളർ ഇസ് റെഡ് ദെൻ റീകളർ. റെഡ് ആണ്, നമ്മളപ്പോൾ റീകളർ ചെയ്യണം. അപ്പോൾ ഇതിന്റെ പാരന്റിനെ സിബ്ലിങ്ങിനെ റീകളർ ചെയ്യാന്ന് വെച്ചാൽ റെഡിനെ ബ്ലാക്ക് ആക്കാം. റെഡിനെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവും. റെഡ് ന്യൂലി ആഡഡ് 15ന്റെ പാരന്റും സിബ്ലിങ്ങും റീകളർ ചെയ്താൽ ബ്ലാക്ക് ആയി. ദെൻ നമ്മൾ ചെയ്യേണ്ടത് റീകളർ ചെയ്തതിന് ശേഷം then check parent of new node. അപ്പോൾ ഇതിൻ്റെ പാരന്റ് ആണ് 18ന്റെ പാരന്റ് ആണ് 10. അവിടെ ചെക്ക് ചെയ്തിട്ട് ഇസ് നോട്ട് റൂട്ട് നോഡ് അല്ലെങ്കിൽ റീകളർ ചെയ്യണം. പിന്നെ ഇതിപ്പോൾ പാരന്റിന്റെ പാരന്റ് റൂട്ട് നോഡാണ്, സോ ഒന്നും ചെയ്യാനില്ല. ഈ ഓപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. സോ ഇതൊരു റെഡ് ബ്ലാക്ക് ട്രീ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലെത്തി. സോ 15 ആഡ് ചെയ്യുന്ന സ്റ്റെപ്സ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 16 ആണ് നെക്സ്റ്റ് നോഡ്. 16 എവിടെ ആഡ് ചെയ്യാം? 16 ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 15നേക്കാളും ഗ്രേറ്റസ്റ്റ്. സോ റൈറ്റ് സൈഡിൽ 15ന്റെ റൈറ്റ് സൈഡിൽ റെഡ് കളറിലാണ് ആഡ് ചെയ്യുക. റെഡ് കളറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നോക്കണം? റെഡ് കളറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റിന്റെ സിബ്ലിങ്സിനാണ് നോക്കണ്ടേ. ഇതിന്റെ പാരന്റ് ആണ് 15ന്റെ സിബ്ലിങ്സിനാണ് നോക്കണ്ടേ. ഹിയർ ദർ ഇസ് നോ സിബ്ലിംഗ്. സോ 4th റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സിബ്ലിംഗ് നോക്കുമ്പോൾ ഇഫ് കളർ ഇസ് ബ്ലാക്ക് ഓർ നീൽ എന്ന് വെച്ചാൽ സിബ്ലിംഗ് ഇല്ലെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒരേ റൂളാണ്. ദെൻ ഡു ഡബിൾ റൊട്ടേഷൻ ആൻഡ് റീകളർ. 4th റൂൾ അനുസരിച്ചിട്ട് ഇനി ഇവിടെ നമ്മൾ റൊട്ടേഷൻ ചെയ്യണം. ദെൻ റീകളർ. റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഹിയർ നോ പാരന്റ് സിബ്ലിംഗ്, സോ റൊട്ടേറ്റ് ആൻഡ് റീകളർ. റൊട്ടേഷൻ്റെത് ഞാൻ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇവിടെ ഇപ്പോൾ 15ഉം 16ഉം ആണ് റെഡ് കളറിലുള്ളത്. ആദ്യം ഇവിടെ റൈറ്റ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. 15 റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 18ന്റെ
ചൈൽഡ് ഐ ഡി 16 ചൈൽഡ് ലൈൻ 15 ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഉണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. സോ 18, 16, 15 നോക്കുമ്പോൾ ഇതിൻ്റെ മീഡിയൻ ആയിട്ടുള്ള നമ്പർ ഏതാ, 16 ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ പാരൻറ്റിനോട്. അത് അങ്ങനെ ട്രിക്ക് ആലോചിച്ചാൽ മതി. എന്തായാലും ഈ 3 നോഡിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മീഡിയൻ ആയിട്ടുള്ളതായിരിക്കും ഇവിടെ പാരൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇതിങ്ങനെ വരും, 16 അതിൻ്റെ ലെഫ്റ്റിൽ ലെസ്സർ ആയിട്ടുള്ള 15, റൈറ്റിൽ 18 ഇവിടെ. ബട്ട് ഇവിടെ എന്തുണ്ട്, ഒരു കളർ വേരിയേഷൻ, കളറിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം റെഡിൻ്റെ ചൈൽഡ് ആയിട്ട് ഒരിക്കലും റെഡ് വരില്ല. ആൻഡ് ഇനി എന്ത് നോക്കണം, ഇപ്പം ന്യൂലി ആഡഡ് 16 അല്ലേ, 16 ബ്ലാക്കും അതിൻ്റെ ചൈൽഡ് ആയിട്ടുള്ള ഈ 15ഉം 18ഉം റെഡും. ഇപ്പോൾ ഇതിന് രണ്ടിൻ്റെ പാരൻറ്റും സിബ്ലിങ്ങും ഒരേ കളറാണ്, ചൈൽഡ് ഈ ഒരു കളറാണ്. സോ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് 30 പറയുമ്പോൾ ന്യൂലി നോഡാവുമ്പോൾ റെഡ് കളറിലായിരിക്കും. ഈ ഒരു ഇതിൽ 18ൻ്റെ റൈറ്റ് സൈഡിൽ 30 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓൾറെഡി ഞാൻ വരച്ച് വെച്ചതാണ്. പെട്ടെന്ന് വരയ്ക്കുമ്പോൾ പിന്നെയും കുറേ ടൈം ആവും. സോ ഗ്രേറ്റർ ആണ്, 30 ആയിരിക്കും, റെഡ് കളറിലും ആയിരിക്കും. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് പാരൻറ്റിൻ്റെ കളർ. പാരൻറ്റിൻ്റെ കളർ റെഡാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു റെഡ് കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ട്. സോ എന്തായാലും റീകളർ ചെയ്യാണ്ട്. പാരൻറ്റിൻ്റെ കളർ റെഡ് ആണ്. ദെൻ റീകളർ ആൻഡ് ഓൾസോ ചെക്ക് പാരൻസ് നോട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഹിയർ പാരൻസ് നോട്ട് ഈസ് നോട്ട് റൂട്ട് നോട്ട്. ഇവിടെ ഇതിൻ്റെ പാരൻറ്റ് 18 ആണ്, 18ൻ്റെ പാരൻറ്റ് 16 ആണ്. ഈ 16 റൂട്ട് നോഡാണോ? അല്ല, ഇവിടെ റൂട്ട് നോഡ് 10 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാണ്ട്. ഇവിടെ ആദ്യം 13 നമ്മൾ ബ്ലാക്ക് ആക്കി. ദെൻ ചെക്കിംഗ് പാരൻസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് റൂട്ട് നോഡ്. ദെൻ അഗെയിൻ റീകളറിങ്. സോ 16 എന്തായി, റെഡായി. പിന്നെയും ഇവിടെ റെഡ് കോൺഫ്ലിക്റ്റ് വന്നു. ഇവിടെ സാധാ പോലെ തന്നെ ചെക്ക് ചെയ്ത് റീകളർ ചെയ്ത്, പിന്നത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇതേപോലെ കേട്ടോ. ഇഫ് കളർ ഈസ് റെഡ് ദെൻ റീകളർ. അത് ചെയ്ത് റീകളർ മീൻസ് റെഡിനെ ബ്ലാക്ക് ആക്കുക, ബ്ലാക്ക് ആണെങ്കിൽ റെഡ് ആക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ റീകളർ ചെയ്ത് ദെൻ ഓൾസോ ചെക്ക് പാരൻസ് ന്യൂ നോഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റൂട്ട് നോഡ്. ഇവിടെ റൂട്ട് നോഡ് അല്ല. അപ്പോൾ എന്താണ്, പിന്നെയും റീകളർ ചെയ്യാണ്ട്. റീകളർ ചെയ്ത് പിന്നെ ഇവിടെ റെഡ് കോൺഫ്ലിക്റ്റ് എഗെയിൻ വന്ന്, അഡ്ജസൻറ്റ് റെഡ്സ് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, അഗെയിൻ റീകളറിങ്. അതിൻ്റെ ചിൽഡ്രൻ ആയിട്ടുള്ള 15ഉം 18ഉം ബ്ലാക്കായി. ന്യൂലി ആഡഡിൻ്റെ പാരൻറ്റും സിബ്ലിങ്ങും, ന്യൂലി ആഡഡിൻ്റെ പാരൻറ്റിനെയും സിബ്ലിങ്ങിനെയും ആണ് റീകളർ ചെയ്യേണ്ടത്. ഇത് റീകളർ ചെയ്തു. ഇപ്പോൾ ഇത് റെഡ് ബ്ലാക്ക് ട്രീ ആയി. ഇതെല്ലാ പ്രോപ്പർട്ടീസും ഫോളോ ചെയ്യുന്ന ഒരു റെഡ് ബ്ലാക്ക് ട്രീ ആയി. ഇനി നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് നമ്പർ ആഡ് ചെയ്യാം, 25 ആഡ് ചെയ്യുമ്പോൾ 25 13ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് പാരൻറ്റിനോടിനാണ്. പാരൻറ്റിനോട് റെഡ് ആണ്. അപ്പോൾ എന്തായാലും റീകളർ ചെയ്യണം. റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാണ്ട്, പിന്നെ പാരൻറ്റിൻ്റെ സിബ്ലിങ് നോക്കുകയാണെങ്കിൽ നില്ലാണ്. പാരൻറ്റിൻ്റെ സിബ്ലിങ് നില്ലാണെങ്കിൽ റൊട്ടേഷനാണ് ചെയ്യാനുള്ളത്. ഫോർത്ത് റൂളിൽ റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ ന്യൂലി ആഡഡ് 25 ആണ്. 25ഉം 30ഉം 18ഉം ഇത് തമ്മിലാണ് റൊട്ടേഷൻ നടക്കുക. റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 18 25 റൈറ്റിൽ വരും, അതിൻ്റെ റൈറ്റിൽ 30 വരും. ദെൻ അഗെയിൻ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീഡിയൻ ആയിട്ട് വരുന്നത് 25 അല്ലേ, 25 ദെൻ അതിൻ്റെ ലെഫ്റ്റിൽ 18 റൈറ്റിൽ 30. എന്നിട്ട് റീകളർ ചെയ്യാം. റീകളർ ചെയ്യുക മീൻസ് അതിൻ്റെ ആ പാരൻറ്റിനെ, ഇതിൻ്റെ ഈ പാരൻറ്റിനെ ആ 18നെയും ഇത് രണ്ടിനെയും റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 ബ്ലാക്കായി, ദെൻ 18 ബ്ലാക്ക് ആയിട്ടുള്ളത് റെഡായി. സോ അത് കംപ്ലീറ്റ് ആയി, ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. ദെൻ നെക്സ്റ്റ് നോഡ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നോഡ് ആഡ് ചെയ്യുമ്പോൾ 40 ആഡ് ചെയ്യുമ്പോൾ
13ന്റെ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ആണ്, റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ആ ഫോർത്ത് റൂള്, പാരന്റ് റെഡ് ആണ്, പാരന്റ് സിബ്ലിങ് റെഡ് ആണ്. ഇതുവരെ നമുക്ക് ചില കേസിലൊന്നും സിബ്ലിംഗ് ഇല്ലായിരുന്നു, ഈ സിബ്ലിംഗ് ഉള്ള ഒരു കേസാണിത്. പാരന്റ് സിബ്ലിങ്ങും റെഡ് വന്ന്, അപ്പോൾ റീകളർ ചെയ്യാം. റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റും സിബ്ലിങ്ങും റീകളർ ചെയ്യാം. ഈ രണ്ട് റെഡ് എന്തായി, ബ്ലാക്ക് ആയി. പിന്നെ ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പാരന്റിനെ ചെക്ക് ചെയ്യാം. പാരന്റ് 25, ഇറ്റ് ഈസ് നോട്ട് റൂട്ട് നോഡ് ഹിയർ, റൂട്ട് നോഡ് അല്ല, സോ അതും റീകളർ ചെയ്യാം. അപ്പം എന്തായി, 25 ബ്ലാക്ക് ആയിരുന്നു, ഇതൊരു പാരന്റ് നോഡാണ്, അതിനെന്തായി, റെഡായി. പിന്നെ നേരത്തെ പാരന്റും സിബ്ലിങ്ങും റെഡ് ആയിട്ടുള്ളത് ബ്ലാക്ക് ആയി. ഇതാണ് ആ ഫോർത്ത് റൂളാണ് ഇവിടെ ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ, ഇത് ഒന്നും കൂടെ വരച്ചതാണ്. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ 60 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല, ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഇവിടെ റെഡ് കോൺഫ്ലിക്റ്റ് വന്ന്, ഇവിടെ രണ്ട് അഡ്ജസന്റ് റെഡ് വന്നിട്ടുണ്ടെങ്കിൽ, റെഡ് വന്ന് അതിൻ്റെ പാരന്റും റെഡ് വന്നതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യും. ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ പാരന്റ് സിബ്ലിംഗ് ഇസ് ബ്ലാക്ക് ഹിയർ, പാരന്റിന്റെ സിബ്ലിങ് 25 റെഡ് ആക്കിയില്ലേ, ഇതിന്റെ പാരന്റിന്റെ സിബ്ലിങ്ങും ചെക്ക് ചെയ്യുമ്പോൾ 25ന്റെ പാരന്റിനോട് റെഡും ഇതിന്റെ സിബ്ലിങ്ങിന് ഇല്ലുമാണ്. സിബ്ലിങ്ങിന് ഇല്ലാവുമ്പോൾ ഡബിൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ 25ന്റെ റൈറ്റിൽ 30 വരും. ദെൻ ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 25 ആണ്. 25ന്റെ ലെഫ്റ്റിൽ 18ഉം റൈറ്റിൽ 30ഉം. അപ്പോൾ എന്ത് ചെയ്യണം, റീകളർ ചെയ്യണം. റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റീകളറും ചെയ്യണം. ഇവിടെ 18 ബ്ലാക്ക് ആയിരുന്നു, അത് റെഡ് ആക്കി. പിന്നെ 25 റെഡ് ആയിരുന്നു, അത് ബ്ലാക്ക് ആയി. റീകളർ ചെയ്തപ്പോൾ ചിൽഡ്രൻസ് റെഡായി. ഇതൊരു റെഡ് ബ്ലാക്ക് ട്രീ ഫോമിലായി. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്പർ ആഡ് ചെയ്യാം, 40. 13ന്റെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ് റെഡ് കളറിലാണ്, പാരന്റിന്റെ സിബ്ലിംഗ് റെഡ് കളറിലാണ്. ദെൻ റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ 18ഉം 30ഉം എന്താവും, ബ്ലാക്ക് ആയി. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് പാരന്റിന്റെ പാരന്റ് ആയിട്ടുള്ളത് 25 ആണ്. 25 റൂട്ട് നോഡ് അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീകളർ ചെയ്യണം. അപ്പോൾ അതും റീകളർ ചെയ്താൽ അത് 25 ആയി. ആ സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. ബട്ട് അവിടെ എന്ത് സംഭവിച്ച്, റെഡ് കോൺഫ്ലിക്റ്റ് വന്നു. ഇവിടെ രണ്ട് അഡ്ജസന്റ് റെഡ്സ് വന്ന്, പാരന്റ് സിബ്ലിംഗ് ഇവിടെ ബ്ലാക്ക് ആയി. 25ന്റെ പാരന്റ് 16, അതിന്റെ സിബ്ലിംഗ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇഫ് കളർ ഇസ് ബ്ലാക്ക് ദെൻ ഡു ഡബിൾ റൊട്ടേഷൻ. ഇവിടെ നമ്മൾ റൊട്ടേഷൻ ചെയ്യണം. റൊട്ടേഷൻ ചെയ്യുമ്പോൾ 16ഉം 10ഉം ഇത് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 25, 16, 10 നോക്കുകയാണെങ്കിൽ 16 റൂട്ട് നോഡായി. റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റിൽ 10 വരും, അതിൻ്റെ ലെഫ്റ്റിൽ 7ഉം റൈറ്റിൽ 15ഉം. ദെൻ 25 ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ 16 ഗോ അപ്പ്, 16 മേലെ വരും. The root node is 16 now. Then recolor it. 25ന്റെ then 25ന്റെ കേസാണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ 25 ആണ് ലാസ്റ്റ് ആഡ് ചെയ്തത്. 25ന്റെ പാരന്റ് 16ഉം റെഡും 7 ബ്ലാക്കും ആണ് സിബ്ലിങ്. ഇവിടെ 16 ബ്ലാക്ക് ആക്കണം, പിന്നെ 10നെ റെഡും ആക്കണം. സോ അങ്ങനെ റീകളർ ചെയ്യാം. അപ്പോൾ 10 റെഡായി, ബ്ലാക്ക് ആയിട്ടുള്ള 10 റെഡായി. ദെൻ 16 ഇവിടെ റെഡായിരുന്നു, റൂട്ട് നോഡ് ഒരിക്കലും റെഡ് ആവില്ല, സോ അതിവിടെ ബ്ലാക്ക് ആയി ഹിയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക,
നെക്സ്റ്റ് നമ്പർ ആഡ് ചെയ്യാം. 60 ആഡ് ചെയ്ത് 60 ആഡ് ചെയ്യുമ്പോൾ പാരൻറ്റിൻ്റെ സിബ്ലിങ്ങിനില്ലാണ് റൊട്ടേറ്റ് ചെയ്യുക, റീകളർ ചെയ്യാം. 40 വിൽ ബി ദ റൂട്ട്. ഇവിടെ എന്തായാലും പിന്നെ റൂട്ടല്ല പാരൻ്റായിട്ട്. ഇവിടെ ഉള്ളതിൽ 30, 40, 60 കൺസിഡർ ചെയ്യുമ്പോൾ 40 ആയിരിക്കും റൂട്ടിന് എന്താ പറയുക മീഡിയൻ ആയിട്ടുള്ള നമ്പർ. സോ 40 വിൽ ബി ദ പാരൻറ്റ്. അതിൻ്റെ ലെഫ്റ്റിൽ 30യും റൈറ്റിൽ 60യും വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റീകളർ ചെയ്യണം. കാരണം 40 റെഡ് കളറിലായിരിക്കും. ദെൻ ചൈൽഡായിട്ടുള്ള 30, 60യും റെഡ് കളറിലും 40 ബ്ലാക്ക് കളറിലും. അപ്പോൾ അതൊരു റെഡ് ബ്ലാക്ക് ട്രീ ആയി. ദെൻ നമ്മൾ ആഡ് ചെയ്യണത് നമ്പർ 2 ആണ്. നെക്സ്റ്റ് നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിൽ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ആഡിങ് ക്ലിയറായിട്ട് മനസ്സിലാവും. ദെൻ 2 എന്തായാലും 60ൻ്റെ ലെഫ്റ്റ് സൈഡായിരിക്കും. 10-നേക്കാളും ചെറുതാണ്, 7-നേക്കാളും ചെറുതാണ്. സോ 2 ആഡ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ പാരൻ്റ് നോക്കുമ്പോൾ ബ്ലാക്ക് ആണ്. നമ്മൾ ആ റൂളുണ്ട്, ബ്ലാക്ക് ആണെങ്കിൽ എക്സിറ്റ്. ദെൻ നെക്സ്റ്റ് നമ്പർ ആഡ് ചെയ്യുക 1 ആഡ് ചെയ്യുമ്പോൾ 1 2ൻ്റെ ലെസറാണ്. അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് കളർ വന്ന് റൈറ്റ് റൊട്ടേഷൻ ചെയ്യുക. 2ൻ്റെ ലെഫ്റ്റിലാണ് 1 ഉള്ളത്. ദെൻ റൈറ്റ് റൊട്ടേഷൻ. ഇവിടെ റെഡ് കോൺഫ്ലിക്റ്റ് ആണുള്ളത്. 1ന് പാരൻ്റ് സിബ്ലിംഗ് ഇല്ല. സോ റൈറ്റ് റൊട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആണ് മീഡിയൻ. 2ൻ്റെ ലെഫ്റ്റിൽ 1ഉം റൈറ്റിൽ 7ഉം വരും. 2 റെഡ് ആണ് കേട്ടോ, ഇത് കളർ നോക്കണ്ട, റെഡാണ്. റെഡ് കളറിലായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റീകളർ ചെയ്യണം. ഇത് ബ്ലാക്ക് ആക്കണം. 2നെ ബ്ലാക്ക് ആക്കാം. പിന്നെ 7 ചൈൽഡ് അല്ലേ, ബ്ലാക്കിൻ്റെ ചൈൽഡാണ്, ഇവിടെ റെഡ് ആയിരിക്കും. സോ 7 റെഡ് ആക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പാരൻറ്റിനെ കൂടി ചെക്ക് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇതും കൂടി ചെക്ക് ചെയ്യാണ്ട് പാരൻറ്റിൻ്റെ ചെക്ക് ചെയ്യണം. പാരൻറ്റിൻ്റെ 16 ആണ്, ഇത് റൂട്ട് നോഡാണ്. സോ ഒന്നും ചെയ്യാനില്ല. ദെൻ ഈ റെഡ് ബ്ലാക്ക് ട്രീ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഈ ഒരു ഫോമിലായിരിക്കും. റൂട്ട് നോഡ് ബ്ലാക്ക്, റെഡ്, അതിൻ്റെ ചിൽഡ്രൻസ് എല്ലാം ബ്ലാക്ക്, റെഡ്, ഈ ഒരു ഫോമിലായിരിക്കും. ദെൻ 70 ആഡ് ചെയ്യാം. 70 60ൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. ഇവിടെ റീകളർ ചെയ്യുക. പാരൻറ്റിൻ്റെ സിബ്ലിങ്ങും റെഡ് കളറിലാണ്. അപ്പോൾ ഇത് രണ്ടും ബ്ലാക്ക് കളറാക്കാം. 70 റെഡ് കളറും ഇതും ബ്ലാക്ക് ആവും. സോ ഇങ്ങനെയാവും. ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇവിടെ റെഡ് കോൺഫ്ലിക്റ്റ് വന്ന് ഇങ്ങനെയാവും. ദെൻ ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്പർ റീകളർ 10 and 25. 10 and 25 റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ചെക്ക് പാരൻറ്റ് ഓഫ് ന്യൂ നോഡ്. റൂട്ട് നോഡ് അല്ലെങ്കിലാണ് ഒന്നും ചെയ്യാനില്ലാത്തത്. അപ്പോൾ നേരത്തെ 30യും 60യും എന്തായാലും ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ 70ൻ്റെ പാരൻറ്റിനെ നോക്കണം. പാരൻറ്റിൻ്റെ പാരൻറ്റ് റൂട്ട് നോഡ് അല്ല. ഈ ഒരു കേസിൽ പാരൻറ്റ് റൂട്ട് നോഡ് അല്ല. സോ എഗെയിൻ എന്ത് ചെയ്യണം, അതിനെയും റീകളർ ചെയ്യണം. സോ 30യും 60യും റീകളർ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ ഇതും റീകളർ ചെയ്യും. അപ്പോൾ 40 ബ്ലാക്ക് ആയിട്ടുള്ളത് റെഡ് ആവും, ഇത് രണ്ടും ബ്ലാക്ക് ആവും. ഹിയർ എന്ത് സംഭവിച്ചു, റെഡ് കോൺഫ്ലിക്റ്റ് വന്ന് 25 40 തമ്മിൽ റെഡ് കോൺഫ്ലിക്റ്റ് വന്ന്. അപ്പോൾ റീകളർ ചെയ്യണം. റീകളർ ചെയ്തിട്ടുണ്ടെങ്കിൽ 25ഉം 10ഉം ബ്ലാക്ക് ആയിരിക്കും. റെഡ് ആയിട്ടുള്ള 25ഉം 10ഉം ബ്ലാക്ക് ആക്കാം. ദെൻ ചെക്സ് പാരൻറ്റ് ഓഫ് 40 ആണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത്. അതിൻ്റെ പാരൻറ്റും കൂടെ ചെക്ക് ചെയ്യാം. അത് റൂട്ട് നോഡാണ്. സോ ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇപ്പോൾ ചേഞ്ച് വരുത്തിയത് 40 റെഡാക്കി, 30യും 60യും ആയിട്ടുള്ള നോട്ട്സ് റീകളർ ചെയ്തു. ദെൻ 40ൻ്റെ പാരൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇത് റൂട്ട് നോഡാണ്. സോ ഇനി നോ ചേഞ്ചസ്. ഫൈനലി 16 ഈസ് റൂട്ട് നോഡ് ഹിയർ, നോ റീകളർ. നമ്മൾ ലാസ്റ്റ് എലമെൻറ്റും ആഡ് ചെയ്ത് ഇതായിരിക്കും ഫൈനൽ റെഡ് ബ്ലാക്ക് ട്രീ വിച്ച് ഫോളോസ് ഓൾ റൂൾ. എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്ന ഒരു റെഡ് ബ്ലാക്ക് ട്രീ ആണ് ഇത്.
കുറേ ഇൻസേർഷൻസ് ചെയ്യുന്നത് എക്സാമ്പിളാക്കി എടുത്തത് എല്ലാ കേസസും കാണിക്കാനും റൊട്ടേഷനും റൂട്ട് നോഡിൽ വരുന്ന റൊട്ടേഷൻ വരെ ഉള്ളൊരു എക്സാമ്പിളാണ് ഇത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള റൂൾസാണ്. ആ റൂൾസിൽ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നമുക്ക് കറക്റ്റ് ലാസ്റ്റ് ഫൈനലി ആ ട്രീ കിട്ടുക. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. എം ടി ആണെങ്കിൽ ബ്ലാക്കിൽ ആഡ് ചെയ്യുക, എം ടി അല്ലെങ്കിൽ റെഡായിട്ട് ആഡ് ചെയ്യുക. ഇനി അല്ലാതെ ഒരു നോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് അതിൻ്റെ പാരൻറ്റ് നോഡ് ചെക്ക് ചെയ്യുക, ബ്ലാക്ക് ആണ് എക്സിറ്റ് ചെയ്യുക. റെഡ് ആണെങ്കിൽ 2 കേസസ് വരുന്നുണ്ട്. റെഡ് ആണെങ്കിൽ പാരൻറ്റിൻ്റെ സിബ്ലിങ് നോക്കുക, പാരൻറ്റും പാരൻറ്റിൻ്റെ സിബ്ലിങ്ങും നോക്കുക. അത് ബ്ലാക്കോ നില്ലോ ആണെങ്കിൽ റൊട്ടേഷൻ ചെയ്യാനുണ്ടാവും. ഇനി അതല്ല റെഡ് ആണെങ്കിൽ റീകളർ ചെയ്യുക, റീകളർ ചെയ്തിട്ട് അതിൻ്റെ പാരൻറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇത്രയും സ്റ്റെപ്സാണ് വരുന്നത്. ഇതാണ് ഫൈനൽ റെഡ് ബ്ലാക്ക് ട്രീ. താങ്ക് യു.